പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ പറയുന്ന ഒരു കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈലേജിൻ്റെ ഇഷ്യൂ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ സെയിൽസ് നേരെ തിരിഞ്ഞു നോക്കാറില്ല. ഇതൊക്കെ എല്ലാ ബ്രാൻഡിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാവരുടെയും കസ്റ്റമേഴ്സിൻ്റെ മെയിനായിട്ടുള്ള കൺസേൺ ആണ്. അപ്പോൾ ഇതിലിടക്ക് നമ്മളിവിടെ ഒരു ഇവൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് സെയിൽസ് ഓഫീസറാണ്. അപ്പോൾ ജസ്റ്റ് ആ ഇവൻറ്റിനെ കുറിച്ചൊന്ന് ബ്രീഫായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കുക, എന്തൊക്കെ നടത്തിയ കാര്യങ്ങളൊക്കെ. ഇവൻറ്റിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ ഫസ്റ്റ് നമുക്ക് എന്ന് വെച്ചാൽ ഒരു പെട്രോൾ വെഹിക്കിൾ എടുക്കാൻ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ ഫസ്റ്റുള്ള ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ വണ്ടികൾക്ക് എത്രത്തോളം മൈലേജ് കിട്ടും എന്നുള്ളതാണ്. അപ്പം അത് വെച്ചിട്ട് നമ്മളിപ്പം നമ്മളൊരു ഫോക്സ്വാഗൻ്റെ വെർച്വസ് ആയാലും ടൈഗൂൺ ആയാലും എല്ലാം നമുക്കിവിടെ പെട്രോൾ വെഹിക്കിൾസ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നമ്മൾ ഇത്രത്തോളം കിട്ടുന്നുള്ളത് പറയുന്ന സമയത്ത് അവർക്കതൊരു ഡൗട്ട് തന്നെയാണ്, അയ്യോ അത്രക്കൊക്കെ പെട്രോൾ വണ്ടികൾക്ക് മൈലേജ് ഉണ്ടോ എന്നുള്ളത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഇവൻറ്റ് ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ നമുക്ക് കസ്റ്റമേഴ്സിന് എത്രത്തോളം മൈലേജ് കിട്ടിയിട്ടുണ്ടെന്നും അത് കസ്റ്റമേഴ്സിൻ്റെ തന്നെ വോയിസിൽ നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ വീഡിയോ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ഏറ്റവും ഹയസ്റ്റ് മൈലേജ് എത്ര കിട്ടിയുള്ള നമുക്ക് ഫീഡ്ബാക്ക്, കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് എന്തൊക്കെ, അതൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാൻ പറ്റും? ഓക്കെ, ഇപ്പം നമുക്ക് 1 ലിറ്ററിലായാലും 1.5 1 ലിറ്ററും 1.5 രണ്ടിൻ്റെയും നമ്മളിവിടെ ഇവൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇന്നലെ നമുക്ക് കിട്ടിയ മൈലേജ് വെച്ചിട്ട് 1 ലിറ്ററിൻ്റെ മാനുവലിന് നമുക്ക് കിട്ടിയിട്ടുള്ളത് 25 ആണ്. അതുപോലെ 1 ലിറ്ററിൻ്റെ ഓട്ടോമാറ്റിക്കിന് നമുക്ക് കിട്ടിയിട്ടുള്ളത് 19 മൈലേജ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ജി ടിയിലേക്ക് പോവുകയാണെങ്കിൽ ജി ടിയിൽ നമുക്ക് 22 കിട്ടിയിട്ടുണ്ട് കസ്റ്റമേഴ്സിന്. ഇതൊക്കെ അതായത് എത്ര കിലോമീറ്ററിൻ്റെ റേഡിയസിൽ ഓടിച്ചിട്ടുണ്ടാകും? ജസ്റ്റ് ഒരു 2 കിലോമീറ്റർ ഓടിച്ച് ഇത് കിട്ടും. ചിലപ്പോൾ നിങ്ങൾ എത്ര കിലോമീറ്റർ റേഡിയസിൽ ഓടിച്ചിട്ടല്ല, ഇതിപ്പോൾ നമ്മൾ ഇവിടുന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 to 15 കിലോമീറ്റേഴ്സിൻ്റെ ഉള്ളിലായിട്ടാണ് നമുക്ക് ഈ ഒരു മൈലേജ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, എന്നിട്ട് വന്ന കസ്റ്റമേഴ്സൊക്കെ ഓൾമോസ്റ്റ് സാറ്റിസ്ഫൈഡ് ആണ്? വന്ന കസ്റ്റമേഴ്സൊക്കെ സാറ്റിസ്ഫൈഡ് ആണ്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് ഇപ്പം റുദിൻ പറഞ്ഞതുപോലെ നമ്മൾ സെയിൽസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഫ്റ്റർ സെയിൽസ് നമ്മളെ ഭാഗത്തു നിന്ന് ഉള്ള ഒരു റെസ്പോൺസ് ഇല്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ ഇന്നലെ വന്ന ഓരോ കസ്റ്റമേഴ്സിൻ്റെയും വോയിസ് നമുക്ക് അത്രയും എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവർ തന്നെ നമ്മൾ പറഞ്ഞു പറയിപ്പിച്ചതൊന്നല്ല, അവർ തന്നെ പറയുന്നതാണ്. നമ്മളിവിടെ ആഫ്റ്റർ സെയിൽസ് വണ്ടി കൊടുത്തു എന്ന് വെച്ചിട്ട് നമ്മൾ പിന്നെ കസ്റ്റമറെ തിരിഞ്ഞു നോക്കാതെ ഒന്നും ഇരിക്കുന്നില്ല. എന്താവശ്യത്തിനായാലും നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ വേറൊരാൾക്ക് അത് ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മീൻസ് ഒരിക്കലും കസ്റ്റമർക്ക് ഒരു കൺസേൺ ആവുന്ന രീതിയിൽ നമ്മൾ ഇതുവരെ നിന്നിട്ടില്ല. എന്തായാലും ഇവൻറ്റ് പറഞ്ഞു. അപ്പം ആ ഒരു ഇവൻറ്റിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ കൂടെ തന്നെ നമ്മളിവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എത്രത്തോളം കസ്റ്റമേഴ്സിൻ്റെ വോയിസ് വരുന്നുണ്ട്, എങ്ങനെയാണ് മൈലേജ് കാര്യങ്ങളെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ചിലർക്കുള്ളൊരു ഡൗട്ട് ഉണ്ടാവും, എല്ലാവരും എന്തുകൊണ്ട് ഇൻവൈറ്റ് ചെയ്യുന്നില്ല? ഇതൊരു ബാച്ചായിട്ടാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. ഇതൊരു പുതിയൊരു ഇനീഷ്യേറ്റീവാണ്. ഇത് 3ാമത്തെ തവണയാണ് നടത്തുന്നത്. അപ്പോൾ എല്ലാവരും ഉൾപ്പെടുത്തും. എന്തായാലും ഫോക്സിനെ കണ്ണൂരിൽ നിന്ന് വണ്ടി എടുത്തവരാണെങ്കിൽ എല്ലാവരും അതിൽ ഉൾപ്പെടുത്തും. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നിട്ട് നിങ്ങൾ ബാക്കി നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻറ്റായിട്ട് അറിയിച്ചാൽ മതി. ഓക്കെ, കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾക്ക് നമ്മൾക്ക് പുതിയ റെഫറൻസ് കിട്ടുക. അതേപോലെ നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മളതിൽ ഇടപെടുക. ആ ഒരു ബന്ധം എപ്പോഴും കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം. അതിൻ്റെ കൂടെ ഒരു ഫൺ ടു ഡ്രൈവ് എന്നൊരു എന്താ പറയണ്ടേ, നമ്മൾ ആ വെഹിക്കിളിൻ്റെ ഒരു പ്രോഗ്രസ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഫ്യൂൽ എഫിഷ്യൻസി നമുക്ക് ആ ഒരു എന്താ പറയുക കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫൺ ടു ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഒരു ഇതും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയത്. നമസ്കാരം, ഞാനൊരു വെറ്റിനറി ഡോക്ടറാണ്, കണ്ണൂർ സ്വദേശി തന്നെ. ഏകദേശം 1 വർഷത്തെ ഒരു റിസർച്ചിന് ശേഷമാണ് ഡ്രൈവ് നടത്തുന്നത്. ഒരു 12 വർഷം പ്രവാസിയായിരുന്നു. ആ സമയത്ത് പോയിട്ട് ഫോർച്യൂണർ മിഷൻ എക്സ്ട്രെയിനുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. തിരിച്ച് നാട്ടിൽ വന്ന സമയത്ത് ഏകദേശം ഒരു വർഷത്തോളം റിസർച്ച് ചെയ്തു ഏത് വണ്ടി എടുക്കുന്നുണ്ട്. കാരണം മാർക്കറ്റിൽ ആവശ്യം ഒരുപാട്
പലരും എൻ്റെ ആദ്യം പറഞ്ഞത് ഫോക്സ്വാഗൻ്റെ സർവീസ് കുറച്ച് കോസ്റ്റ്ലിയാണ്. അവർ തുറന്ന് പറയുകയാണെങ്കിൽ പെരുമാറ്റത്തിൽ ശരിയല്ല തന്നെ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞില്ല. അവരുടെ അനുഭവം 2 വർഷം മുന്നത്തെ കാര്യമാണ്. അപ്പോൾ അങ്ങനെ ബൈ ചാൻസാണ് ഞാൻ വൈശാഖുമായിട്ട് മിസ്റ്റർ വൈശാഖായിട്ട് കോൺടാക്ട് ചെയ്തത്. ശരിക്കും പറയുകയാണെങ്കിൽ വൈശാഖിൻ്റെ ആ ഒരു ഫസ്റ്റ് ഡേയിൽ അപ്രോച്ചായിരുന്നു എന്നെ ഈ ഫോക്സ്വാഗൻ എടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് നയിക്കുന്നത്. ഭയങ്കര എനിക്കറിഞ്ഞ അനുഭവം നല്ല വളരെ പേഷ്യൻ്റായിട്ട് നമുക്ക് എന്ത് തിരക്കുണ്ടെങ്കിലും അദ്ദേഹത്തിന് തിരക്കില്ലാത്ത പോലെ സംസാരിച്ച് ഏകദേശം ഒരു ഫുൾ ഡേ തന്നെ അദ്ദേഹം വീട്ടിൽ വന്ന് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. ആ ഒരു പെരുമാറ്റം ശരിക്കും അങ്ങനെ ഉണ്ടാക്കി. അപ്പോൾ ഞാൻ ആലോചിച്ചു മിക്കവാറും അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും തന്നെ ഈ രീതിയിൽ തന്നെയുള്ള ആൾക്കാരായിരിക്കും ഒരു ഉറപ്പ് എനിക്ക് തോന്നി. അങ്ങനെ ആണ് ശരിക്കും ടൈഗോണിൻ്റെ ഇത് കണ്ടിട്ടല്ല എടുത്തത്. ശരിക്കും വൈശാഖി തന്നെ ശരിക്കും ഇതൊരു ക്രെഡിറ്റാണ്. പിന്നെ ഇതിന് ശേഷം ഇതുവരെയുള്ള ഒരു അനുഭവം എന്ന് പറയുന്നത് നല്ലൊരു അനുഭവമാണ്. ഓവറോൾ പെർഫോമൻസ് നല്ലതാണ്. എന്ത് സംശയം വിളിച്ചാൽ അവർ നല്ല ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും പ്രത്യേകം താങ്ക്സ് പറയുന്നു. ഡ്രൈവബിലിറ്റി കുറച്ച് ഓടിച്ചപ്പോൾ തന്നെ വളരെ അടിപൊളിയാണ്. പിന്നെ സാഹിബിൻ്റെ അടുത്ത് പറയണം എന്ത് ഡൗട്ട്സും നമ്മൾ വിമർശനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും അത് അഡ്മിറ്റ് ചെയ്യാനുള്ളൊരു ഇത് മൈനസ് ആണെന്ന് പറയാനുള്ള അത് വിഷയമാണ്. പിന്നെ വേറെ ഒരു കാര്യം ഈ ടെക്നിക്കൽ ഇഷ്യൂ അല്ലാതെ വേറെ ഒന്നും സൂപ്പർ നോട്ടീസ് ചെയ്തിട്ടില്ല. പിന്നീട് കുറച്ച് ടെസ്റ്റ് ഡ്രൈവൊക്കെ ചെയ്ത് നോക്കിയതിന് ശേഷം എടുത്തത്. പക്ഷേ മറ്റ് ഏതെടുത്തതിനെക്കാട്ടും ആ ഒരു തിയറി എന്താ പറയുക നമ്മൾ വിചാരിച്ചിട്ട് വേണ്ടി എത്താൻ അറിയില്ല. ആ ഒരു ഇതിന് അടിപൊളി.